ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പൈത്തൺ പോലത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ? ഉറപ്പായിട്ടും ഒരു ടെക്നിക്കൽ വേയിലോട്ടാണ് ആ ഒരു കുട്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈത്തൺ ഉറപ്പായിട്ടും ഒരു ഹൈസ്കൂൾ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാ സ്കൂളുകളും ഹൈസ്കൂൾ ലെവലിൽ പൈത്തൺ ഒരു സബ്ജക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പൈത്തൺ പഠിക്കാൻ സിമ്പിളാണ്. സിമ്പിൾ സിൻറ്റാക്സ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ കോഡിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ അത്ര വലുതായിട്ടുള്ള സിൻറ്റാക്സോ കാര്യങ്ങളൊന്നും പൈത്തൺ ഇല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന അതേ ഒരു ഈസിനെസ്സിൽ നമുക്ക് പൈത്തൺ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോഴേ, അതായത് ഹൈസ്കൂൾ ലെവലിലെ ആ ഒരു ലോജിക്കൽ അല്ലെങ്കിൽ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു കോളേജ് ലെവൽ അല്ലെങ്കിൽ ഒരു ജോബ് റിലേറ്റഡ് സമയമാകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ കോളേജ് എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ ഈ കോളേജ് സ്റ്റുഡൻസ് പൈത്തൺ അവർക്കൊരു മാൻഡേറ്ററി സബ്ജക്റ്റ് ആണല്ലോ. അപ്പം അവരത് പഠിച്ചു പോകുമ്പോൾ അവരുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം അവർക്ക് ഫൈനൽ ഇയേഴ്സ് വരുമ്പോൾ അവർക്ക് ജോലിയിലോട്ട് പോകുമ്പോൾ പൈത്തൺ ഒരു ആസ്പെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കോളേജ് സ്റ്റുഡൻസിന് പഠിക്കുക എന്നുള്ളത്. ഉറപ്പായിട്ടും. അതായത് ഇപ്പം നമ്മുടെ KTU യൂണിവേഴ്സിറ്റിയിലൊക്കെ പൈത്തൺ ആണ് അവരുടെ മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കൊടുത്തേക്കണം. അപ്പം ജസ്റ്റ് ഒരു തിയറി പഠിച്ചു അല്ലെങ്കിൽ എക്സാം പാസ്സായി അതിനേക്കാൾ നല്ലത് ആ ഒരു കോഡിങ് അല്ലെങ്കിൽ പൈത്തൺ എങ്ങനെ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഒരു കോച്ചിങ് കോളേജ് ലെവലിലെ സ്റ്റുഡൻസ് കൊടുക്കാൻ പറ്റിയാൽ അവർക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ ഈസി ആയിട്ട് പൈത്തൺ ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IT സെക്ടറിലെ മേജറായിട്ടുള്ള എല്ലാ ഫീൽഡിലേക്കും നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഡാറ്റാ സയൻസ് ആയാലും മെഷീൻ ലേണിംഗ് ആയാലും AI ആയാലും ഏത് ഫീൽഡിലോട്ട് വേണമെങ്കിലും പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരിയർ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ജോബ് വേക്കൻസിയും ക്രിയേറ്റ് ആവുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡിൽ തന്നെ ടോപ്പ് ഡിമാൻഡിങ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ആണ്. ഒരു ഫ്യൂച്ചർ ടെക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു സ്കിൽ, അതായത് പൈത്തൺ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലുകൊണ്ട് മൾട്ടിപ്പിൾ ജോബ് വേക്കൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോബ് റോൾസിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പം കോളേജ് ലെവലിൽ തിയറി മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ലോജിക്കൽ എബിലിറ്റി ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് കോളേജ് കഴിയുന്ന സമയത്ത് തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് ജോബിലോട്ട് കയറാൻ പറ്റും. കോളേജിൽ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ ഒരു കോച്ചിങ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഉറപ്പായിട്ടും. അതായത് നമ്മളിപ്പം കോളേജിലെ കരിക്കുലം എന്നൊക്കെ പറയുന്നത് തിയറി ബേസ്ഡ് ആയിരിക്കും. എക്സാം എഴുതി അല്ലെങ്കിൽ ലാബ് എക്സാം എഴുതി പാസ്സാവുക, ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും അവരത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് മാറ്റി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ഫേസ് ഉണ്ട്. കരിയറിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മുടെ IT എല്ലാ ഫീൽഡിലും പൈത്തനാണ് ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യണം. ഇപ്പോൾ ഏത് ഫീൽഡിലും ആയിക്കോട്ടെ, ഡാറ്റാ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, ഗെയിമിംഗ്, ടെസ്റ്റിംഗ്, ഏത് ഫീൽഡിലായാലും പൈത്തനാണ് അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഒരു തിയറി സബ്ജക്റ്റ് അങ്ങനെ പഠിക്കാതെ അതിനെ എങ്ങനെ ആപ്ലിക്കേഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ അതിന് പ്രോപ്പർ ഗൈഡൻസ് കോളേജ് ടൈമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അത് സ്വിച്ച് ചെയ്തിട്ട് കരിയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് പൈത്തൺ അത്ര അറ്റൻഷൻ കൊടുക്കണോ ആ ഒരു ടൈമിൽ? ഉറപ്പായിട്ടും കൊടുക്കണം. അവരുടെ കരിയർ അവർക്കൊരു പൈത്തൺ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പൈത്തൺ ആണ് ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാ ഫീൽഡിലും പൈത്തൺ ആണ് ബാക്കായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഡാറ്റാ സയൻസ് ആയാലും ഡാറ്റ അനലിറ്റിക്സ് ആയാലും വെബ് ഡെവലപ്മെൻറ്റ് ആയാലും പൈത്തൺ ആക്ട് ആസ് എ മേജർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിഹൈൻഡ് ഓൾ ദിസ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു തിയറി പഠിപ്പിക്കുന്നതിൽ അങ്ങനെ പഠിക്കാതെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് പൈത്തൺ കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് ഈ കോളേജ് കഴിയുമ്പോഴത്തേന് ഈസി ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ് ആയാലും ജോബ് ആയാലും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2026 ജോബ് റോൾസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെൻഡ് മാറി തുടങ്ങി. ഇപ്പം AI വരവോടുകൂടി മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ പൈത്തണിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇപ്പം ഡെയിലി പുതിയ വെബ് ആപ്ലിക്കേഷൻ, AI ബേസ്ഡ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പം നമ്മളിനി അങ്ങോട്ട് ഫ്യൂച്ചർ വേൾഡിൽ എങ്ങനെ നോക്കിയാലും AI ആണ് മെയിനായിട്ട് ഇരിക്കുന്നത്. അപ്പം AI ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തണാണ്. ഇത് വേറെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പയർ ചെയ്താലും പൈത്തണാണ് AI സപ്പോർട്ട് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പം നമ്മൾ AI റിലേറ്റഡ് എന്ത് ടൂള് ബിൽഡ് ചെയ്യണമെങ്കിലും പൈത്തൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഇനിയുള്ള വേൾഡിലേക്ക് അത് സാധ്യമല്ല. അപ്പം പൈത്തൺ ഇപ്പോഴേ ആ ഒരു AI റിലേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആ ഒരു കോൺസെപ്റ്റിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്യൂച്ചറിൽ ഒരു ജോലി IT ഫീൽഡിൽ തന്നെ നല്ല പാക്കേജോട് ജോലി നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ ഒരു പ്രശ്നമില്ല. ഓക്കെ ശ്രീജ്, എനിക്ക് വേറെ അറിയേണ്ട ഒരു കാര്യം, എല്ലാവരും ഇപ്പം പറയുന്നു തിങ്സ് ആർ ചേഞ്ചിങ് ഇൻ ദ വേൾഡ്. മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൈത്തൺ ശരിക്കും ഡിമാൻഡ് ഉണ്ടോ മാർക്കറ്റിൽ? പൈത്തൺ പ്രോഗ്രാമിങ്ങിന് ഏറ്റവും ഡിമാൻഡുള്ള കാലഘട്ടം ഇതാണ്. അതായത് ഇനിയുള്ള കാലഘട്ടം ഫുൾ AI റിലേറ്റഡ് കാര്യങ്ങളാണ് ഇനി എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തു നോക്കിയാലും ഡെയിലി ഓരോ AI വെബ് ആപ്ലിക്കേഷൻസ് ആണ് ലോഞ്ച് ചെയ്യണം. അപ്പം AI സപ്പോർട്ടിന് ഇത്രയും ഒരു സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേറെ ഇല്ല. ഇപ്പോൾ ജാവ എടുത്താലും C ആയാലും പൈത്തൺ ഏറ്റവും കൂടുതൽ AI സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇൻബിൽട്ടായിട്ട് അതിന് കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഉള്ള കാലത്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പൈത്തൺ ആയിരിക്കും അത് ബാക്ക് ബോൺ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പൈത്തൺ ആ ഒരു ജോബ് റോളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ശരിക്കും പൈത്തൺ എവിടുന്ന ഈ പേര് വന്നത്? കാരണം എല്ലാവരും തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മളെ പാമ്പ് ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഈ പേര് എവിടുന്നാണ് ശരിക്കും വന്നത്?
അതായത് നമ്മളിപ്പം പൈത്തൻ്റെ ലോഗോ നോക്കുകയാണെങ്കിൽ 2 സ്നേക്ക് ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ പൈത്തണും സ്നേക്കായിട്ട് ഒരു ബന്ധമില്ല. ഈ പേരെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൈത്തൻ്റെ ഫൗണ്ടർ ഗുഡോവാൻ റോസം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. ഇപ്പം വെബ് സീരീസ് എന്ന് പറയാം, അന്ന് വെബ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മോണ്ടിസ് പൈത്തൺ ഫ്ലൈയിങ് സർക്കസ്. ആ ഫ്ലൈയിങ് സർക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ മെയിൻ ക്യാരക്ടറാണ് ഈ മോണ്ടി പൈത്തൺ. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു. ആ മോണ്ടി പൈത്തണിലെ മോണ്ടി കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയാണ് പൈത്തൺ. പക്ഷേ ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഈ മോണ്ടി പൈത്തൻ്റെ ലോഗോ വെക്കാൻ പറ്റാത്തതുകൊണ്ട് പൈത്തൺ ഓഫ് കോഴ്സ് ഒരു സ്നേക്ക് ആയതുകൊണ്ട് ആ സ്നേക്കിൻ്റെ സിമ്പിൾ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ സ്നേക്കും പൈത്തനായിട്ട് ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നുമില്ല. ഒരുപാട് ആൾക്കാർ കരിയർ സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്കാരും ഏത് ഡയറക്ഷനിലോട്ട് പോകാൻ അറിയണമെന്ന് കൺഫ്യൂസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. ചിലർ BA ആർട്സ് എടുക്കുന്നു, ലിറ്ററേച്ചർ എടുക്കുന്നു. അവർക്ക് കൺഫ്യൂഷനാണ്. അവർക്ക് ശരിക്കും അതല്ല വേണ്ടത്. ഇപ്പം എനിക്കറിയുന്ന ആൾക്കാർ തന്നെ BSc കെമിസ്ട്രി പഠിച്ചിട്ട് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന കാലത്ത് ഏറ്റവും ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു കരിയർ ഏതായിരിക്കും? നമുക്ക് അതർ സ്ട്രീം വെച്ചിട്ട് IT-ലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിപ്പം കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് കേൾക്കുമ്പോഴേ പൊതുവെ ഒരു പേടി വരും. പാടാണ്, ഇത് ഭയങ്കര പാടാണ് ക്രാക്ക് ചെയ്യാൻ, അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി. പക്ഷേ പൈത്തൺ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജേ അല്ല. അതായത് ഇപ്പോൾ ഏത് സ്ട്രീമിൽ നിന്ന് ആയിക്കോട്ടെ, ഇപ്പം BA ഇംഗ്ലീഷ്, മലയാളം, ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഏത് സ്ട്രീമിൽ നിന്നായിക്കോട്ടെ നമുക്ക് അത്യാവശ്യം ഒരു ഐക്യമുള്ള ഒരു സ്റ്റുഡൻസ്, ഒരു മിനിമം മാർക്കോടെ പാസ്സാവുന്ന ഏതൊരു ഡിഗ്രി ഗ്രാജുവേറ്റിനും പൈത്തൺ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും കൂടുതലും നമ്മൾ കണ്ടുവരുന്ന എല്ലാവർക്കും കോഡിങ് ഭയങ്കര പേടിയാണ്. ശരിക്കും പാടാണോ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? അതായത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡ് ചെയ്യുന്ന കേൾക്കുമ്പോഴേ ഫസ്റ്റിൽ എല്ലാവർക്കും ഒന്നാമത് വരുന്ന പേടിയാണ്. ഇത് പാടാണ്, ഇത് ഭയങ്കര പാടാണ്, ഇത് ക്രാക്ക് ചെയ്യാൻ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു മൈൻഡാണ് മെജോറിറ്റി സ്റ്റുഡൻസിന് വരുന്നത്. പക്ഷേ പൈത്തൻ്റെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പാടുമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. എന്ന് വെച്ചാൽ ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും പൈത്തൺ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇംഗ്ലീഷും കുറച്ച് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പൈത്തൺ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പൈത്തണിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മളിപ്പോൾ എല്ലാവരോടും പറയുന്നത്. അതായത് ഏത് സ്ട്രീമിൽ നിന്ന് BSc കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ BA ഇംഗ്ലീഷ്, മലയാളം, ഏത് സ്ട്രീമിൽ നിന്നാണെങ്കിലും നമുക്ക് പൈത്തൺ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തിട്ട് IT ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഉറപ്പില്ല, എന്നാലും പൈത്തൺ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് IT ഫീൽഡിലോട്ട് പോകാൻ പറ്റും. ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിൽ പറയാൻ പൈത്തൺ. ആർക്കും വന്നിട്ട് ഇപ്പോൾ കോഡിങ്ങിലേക്ക് കയറാൻ പൈത്തൺ വഴി പോകാൻ പറ്റും.